ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആൻസർ ഒരു ക്വസ്റ്റിനെ അപ്പിയർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൽ പറയേണ്ടതെന്നൊരു ഐഡിയ കിട്ടിയത് അപ്പോഴാണ്. ഇന്റർവ്യൂവിന്റെ സെക്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആൻസർ ഒരു ക്വസ്റ്റിനെ അപ്പിയർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൽ പറയേണ്ടതെന്നൊരു ഐഡിയ കിട്ടിയത് അപ്പോഴാണ്. നമുക്ക് അതിനെക്കുറിച്ച് അറിയാമെങ്കിലും എന്തൊക്കെ അതിൽ പറയണം എന്ന് അന്നേരം അറിയത്തില്ലായിരുന്നു. എല്ലാ പോയിന്റ്സും അവര് എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെയെന്ന് പറഞ്ഞാൽ എന്റെ എക്സ്പീരിയൻസിന് എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പറയാം. അതിനപ്പുറത്തേക്ക് കൂടുതൽ ഐഡിയാസ് എനിക്ക് ഇന്റർവ്യൂവിൽ എന്തൊക്കെ അവർ ചോദിക്കും, അവരോട് എന്തൊക്കെയാ ഞാൻ പറയേണ്ടതെന്ന് എനിക്ക് ഇല്ലായിരുന്നു. ഇന്റർവ്യൂവിന്റെ സെക്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. എല്ലാത്തിനും എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള ഒരു നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഓവറായിട്ടുള്ള ടെൻഷൻസ് ഒന്നും ഉണ്ടായിട്ടായിരുന്നു. അപ്പൊ എന്തായാലും നിമിഷയ്ക്ക് പറ്റുന്ന രീതിയിൽ ഒരു കോൺഫിഡൻസോട് കൂടി നിമിഷയ്ക്ക് ഇന്റർവ്യൂ അപ്രോച്ച് ചെയ്യാൻ പറ്റി അല്ലേ? അതെ അതെ. പിന്നെ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യം വെച്ചാൽ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും, ടെൻസ്ഡ് ആവോ എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവര് നമ്മളെ നന്നായിട്ട് കൂളാക്കുന്നുണ്ടായിരുന്നു.